ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? വേറൊന്നല്ല, വീഡിയോസ് എടുക്കാനും ഇടാനും ഒക്കെ നല്ല മടിയായിട്ടുണ്ട്. വീഡിയോസ് ഇടാതായപ്പോഴേക്കും കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് ചോദിച്ചു, നീ ഇപ്പം എന്താ വീഡിയോ ഇടാത്തേ, കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വീഡിയോസ് ഇത്രയും ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള കാര്യം. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് നമുക്ക് ഇനി മുതൽ വീഡിയോസ് ഇടാം. ഈ വീഡിയോ ഒരു 2-3 മാസം മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നേ. എഡിറ്റ് ചെയ്ത് ഇടുകയും ചെയ്തതായിരുന്നു. അപ്പോഴാണ് നല്ലൊരു കോപ്പിറൈറ്റ് കിട്ടുന്നത്. അതോടെ എൻ്റെ മൂഡ് മൊത്തം പോയി. കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട് കോപ്പിറൈറ്റ് കിട്ടിയുള്ള വിഷമേ. അതൊക്കെ വിട്, നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഞങ്ങൾ കസിൻസിന്റെ ഒരു മീറ്റപ്പ് വ്ളോഗാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റപ്പ് ഒക്കെ വെക്കാറുണ്ട്. ഒരു ശനിയാഴ്ച വൈകുന്നേരം എല്ലാവരും കൂടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ ഒത്തുകൂടി ഗെയിമും ഫുഡ് അടിയും സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകും. ഞങ്ങൾ ചെന്നപാടെ മാമി കട്ട്ലേറ്റും ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ടാകാൻ ബാക്കിയെന്ന്. നല്ല ചിക്കൻ ബിരിയാണിയും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നേ. പ്രാവശ്യത്തെ ചെലവ് അനൂപിന്റെ വകയായിരുന്നു. സാധാരണ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണേ ചെയ്യാറ്. ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ അതിന്റെ പുറകെ ആയി പോകുമല്ലോ, ഗെയിമൊന്നും കളിക്കാൻ സമയം കിട്ടില്ലല്ലോ. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണേ. ഫുഡ് കഴിക്കുന്നതിന്റെ ഇടക്കും സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെ ആയിരിക്കും മെയിൻ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഫോണും തോണ്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം എല്ലാവരും ഫോൺ യൂസിങ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് കിട്ടിയ സമയത്ത് കുറച്ചു നേരം നോക്കിയതാണേ. ഇവരാണെങ്കിൽ കഴിച്ചത് ദഹിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രീഷ്മേച്ചി പറയുന്നത് ഷിജിയേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എവിടെ പോയി കേക്ക് ഉണ്ടാക്കാനാ? അപ്പോഴാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞ വീട്ടിൽ കപ്പ് കേക്ക് ഉണ്ട്, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. തട്ടിക്കൂട്ടി ഞങ്ങൾ ഒരു കേക്ക് ഒക്കെ സെറ്റാക്കി. 12 മണിയാകുമ്പോൾ സർപ്രൈസ് കൊടുക്കാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ എവിടുന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു മെഴുകുതിരിയും കൂടി ഒപ്പിച്ചിട്ടുണ്ട്. വേദം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു കേക്ക് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് മുറിക്കുന്ന സമയത്ത് അവനത് വേണമെന്ന് പറഞ്ഞാൽ പെട്ടില്ലേ. അങ്ങനെ കേക്കിൽ മെഴുകുതിരിയൊക്കെ കുത്തിവെച്ച് കത്തിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ അത് കത്തുന്നും ഉണ്ടായിരുന്നില്ല. 12 മണി ആവാറായപ്പോഴേക്കും ഞങ്ങൾ ഒരുവിധം കത്തിച്ചെടുത്തു. പിന്നെ ആര് കൊണ്ടുപോകുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവസാനം ഏട്ടൻ ആ ദൗത്യം ഏറ്റെടുത്തു. ഇതാ ഞങ്ങളുടെ കേക്ക്, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അങ്ങനെ ആ സമയം വന്നെത്തിയിരിക്കുന്നു ഗൈസ്, ഷിജി ചേച്ചിയുടെ ബർത്ത്ഡേ. ഷിജി ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സർപ്രൈസ്. നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കേക്കൊക്കെ വാങ്ങായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം. അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഷിജി ചേച്ചി മുട്ടായിയൊക്കെ വാങ്ങിയിട്ടാണേ വന്നിട്ടുണ്ടായിരുന്നത്. മുട്ടായിയൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഗെയിം കളി തുടങ്ങി. ഇന്നത്തെ ഞങ്ങളുടെ ഉറക്കമൊക്കെ കണക്കായിരിക്കും. അങ്ങനെ കുറേ നേരം ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർക്കായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പേരൊക്കെ പോയി കിടന്നുറങ്ങി. ഞങ്ങൾ ഉറങ്ങിയപ്പോഴേക്കും 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.